ചേട്ടാ, കഴിഞ്ഞ തവണത്തെ നവകേരള യാത്ര നമ്മൾ ആരും മറക്കില്ല. ഒരുപാട് നവകേരള യാത്രയുടെ ബസ് വരെ ഇപ്പോഴും മ്യൂസിയത്തിൽ വെക്കാൻ പാകത്തിന് എവിടെയോ തുരുമ്പിടിച്ച് കിടപ്പുണ്ട് സാധനം. അപ്പോൾ ഇപ്പോൾ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് CPM പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. നവകേരള യാത്ര പോലെ അടുത്ത കേരള യാത്രയ്ക്ക് കോപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ അവർ. ജനുവരി 12-ാം തീയതി കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടൊരു മാർച്ചോ ധർണയോ അങ്ങനെ എന്തോ നടത്തുന്നു എന്ന് പറയുന്നു. കേന്ദ്രം സംസ്ഥാനത്തോട് ഇത് കാണിക്കുന്നു, നീതികേട് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ധർണയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് പിന്നാലെ കേരള യാത്ര നടത്താനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ പിണറായി സർക്കാർ ഇപ്പോൾ. അതായത് കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് മുതൽ തെക്കേ അറ്റം വരെ അന്ന് നവകേരള യാത്ര എന്ന് പറഞ്ഞ് സഞ്ചരിച്ചതുപോലെ കോടികൾ മുടക്കി ഇതുപോലെ വലിയൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അന്നത്തെ പോലെ കോടികൾ മുടക്കിയുള്ള യാത്രയായിരിക്കില്ല, പറഞ്ഞോളൂ. അന്ന് കോടികൾ മുടക്കിയെങ്കിൽ അതിൻ്റെ ഇരട്ടി കോടികൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായാലും അതുപോലെ തന്നെ കേരള യാത്ര ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ജനങ്ങളിൽ നിന്നും പാർട്ടി ഒരുപാട് അകന്നു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുക, ജനങ്ങളുമായിട്ട് ഒരടുപ്പം സ്ഥാപിക്കുക, അത് അടുത്ത ഇലക്ഷന് ഒരു മുതൽക്കൂട്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നു. ലക്ഷ്യങ്ങളിൽ അങ്ങനെ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞു പോയ ഇലക്ഷനിലാണെങ്കിലും ആകെ CPM-ന് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ക്ഷേമ പെൻഷൻ ഒന്ന് വർദ്ധിപ്പിച്ചത് മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് ജനങ്ങളിലേക്ക് ഒരു സമ്പർക്കം അല്ലെങ്കിൽ ഒരു ജനങ്ങളിലേക്ക് അടുത്ത് നിന്ന് ഒരേ ഒരു പ്രവർത്തനമായിട്ട് ആ സമയത്ത് അവർക്ക് ഉയർത്തി കാണിക്കാൻ ക്ഷേമ പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേരള യാത്ര നടത്തി കുറച്ചും കൂടി ഒന്ന് ജനങ്ങളിലേക്ക് അടുക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമായിട്ട് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു കേരള യാത്ര എന്ന് പറയുമ്പോൾ നവകേരള യാത്രയുടെ ഓർമ്മ മനസ്സിലുള്ള മലയാളികൾ ഈ കേരള യാത്രയെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഇങ്ങനൊരു കേരള യാത്ര അവർ മുന്നോട്ട് വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു നയം മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്തായിരിക്കും ചേട്ടാ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ആക്ച്വലി ഇങ്ങനൊരു കേരള യാത്ര നടത്തി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജനം മാറാനൊന്നും പോകുന്നില്ല. അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ജനം അപ്ഡേറ്റഡ് ആണ്. പക്ഷേ ഇവർ അപ്ഡേറ്റഡ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കേരള യാത്ര നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും കൂടെ ജനങ്ങളെ കണ്ട് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചാൽ എല്ലാം മറക്കുമെന്നാണ് ഇദ്ദേഹം കരുതുന്നത്, അല്ലെങ്കിൽ ഇവർ കരുതുന്നത്. ഇവരൊരു നവകേരള യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാതൽ ആരുടെ കൂടെയായിരുന്നു? ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാതലായിരുന്നു. പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പയ്യന്മാർ, പെൺകുട്ടികൾക്ക് വരെ ഇപ്പോൾ എഴിച്ചടക്കാൻ വയ്യ ഇദ്ദേഹത്തിൻ്റെ പോലീസ് ഗൺമാൻ തല്ലി ചതച്ചത്. പിന്നെ ഈ ഗൺമാൻ രക്ഷാപ്രവർത്തനം, അദ്ദേഹം പറഞ്ഞ രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെ തല്ലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത്. ചെടിച്ചട്ടിമാറി അടിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കുക, അടിച്ചോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അവരിപ്പോൾ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടി. സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന സന്ദേശ സിനിമയെ ചോദിക്കുന്ന പോലെ ഇപ്പോഴും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ശരി ആവട്ടെ, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതെ എനിക്ക് ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. ഞാൻ പെട്ടെന്നത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല, ഞാൻ വഴിയെ പറയാൻ വരച്ചെങ്കിൽ ഞാൻ ആദ്യമേ അങ്ങ് പറയുക. ഈ മുഖ്യമന്ത്രിയെയാണ് ഇവർ കേരള യാത്രയ്ക്ക് കൂടെ കൊണ്ടുനടക്കുന്നെങ്കിൽ ജനം എപ്പോൾ ഇദ്ദേഹത്തെ കണ്ട തിരിച്ചു കയറി പോകും നിങ്ങൾ നോക്കിയാൽ മതി. ഇവർ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ മിങ്കിൾ ചെയ്യാനായി ശ്രമിക്കുന്ന, ഇവർ ജനങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത് ആദ്യം അദ്ദേഹത്തിൻ്റെ 54 കാർ അകമ്പടി മാറ്റാൻ പറ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? 54 കാറിന്റെ അകമ്പടി, 58 പോലീസ്. പണ്ടിതുപോലെ ഉമ്മൻചാണ്ടി ഒരു ജനകീയ സദസ്സ് നടത്തിയപ്പോൾ അദ്ദേഹം അത്രയും ജനങ്ങളുടെ നടുക്ക് ചേറിട്ടിരുന്നു കൊണ്ട് ഓരോരുത്തരെയും സ്വീകരിച്ചതും അവരുമായിട്ട് സംവദിച്ചതും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന. പക്ഷെ ഇവിടെ നവകേരള യാത്ര നടത്തിയ സമയത്ത് ആരൊക്കെ പിണറായി വിജയൻ ഒന്ന് അടുത്ത് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാതലിന് വന്നിരുന്ന മറ്റേ വലിയ വലിയ പ്രമാണിമാര് കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന സാധനം കൊണ്ട് എന്താ അവരുണ്ടാക്കിയെന്നുള്ളത് അറിയില്ല. അല്ല, ഈ നവകേരള യാത്ര പോലെ ഒരു യാത്ര ആയിരിക്കില്ല ഇത് ജനങ്ങളിൽ നിന്ന് പിരിവിന് വേണ്ടിയാണ്. ഇതിങ്ങനെ യാത്ര പോകുന്ന വഴിയിൽ ഇപ്പോൾ വ്യാപാരി വ്യവസായി, ഇവരുടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വ്യാപാരി വ്യവസായിയുണ്ട്, അവരെന്ന് പറയുക പിരിവിന് ഇലക്ഷന് കാശ് വേണം. ഇലക്ഷന് കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ കേരള യാത്ര. പിന്നെ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഇവരിപ്പോൾ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ഭരണത്തിനെ എതിർവികാരം ഉണ്ടായിട്ടില്ല എന്നൊരു താഴെത്തട്ടിലെ അവരുടെ ഇതിപ്പം സാധാരണ ലെവലിൽ എങ്ങനെയെന്നറിയോ, താഴെത്തട്ടിൽ നിന്ന് ചർച്ചകൾ ബ്രാഞ്ച്
പിന്നെ ലോക്കൽ, പിന്നെ ഏരിയ, ജില്ല, പിന്നെ സംസ്ഥാന ഘടകം. അങ്ങനെയാണ്. ഇപ്പോൾ സംസ്ഥാന ഘടകത്തിലാണ് ആദ്യം ചർച്ച വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കാനുള്ള സംസ്ഥാന ഘടകത്തിലുള്ളവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരമാണ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വരെ ഇത് ദോഷമാണെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരാളില്ലെങ്കിലും ബ്രാഞ്ച് തലത്തിൽ സാധാരണ സഖാക്കൾ ഇത് ആൾറെഡി ഉന്നയിച്ച് കഴിഞ്ഞിരുന്നു. ഈ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിരവധി സഖാക്കൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയുള്ള ആരോപണം ഇതെല്ലാം പാർട്ടിയെ വല്ലാതെ കണ്ട് ബാധിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു ഇവരുടെ ഭരണ നേട്ടങ്ങൾ സംഘടന, അതായത് ഇവരുടെ പാർട്ടി സംഘടന ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരാജയപ്പെട്ടു പോയെന്ന്. സംഘടന പരാജയപ്പെടുന്നത് എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്? നേതാക്കളുടെ കുഴപ്പം കൊണ്ടാണ്. അല്ല, ഉറപ്പായിട്ടും ഈ കേരള യാത്ര എന്ന് പറഞ്ഞ് ഇവർ മുന്നോട്ട് വെക്കുന്നത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോൾ കഴിഞ്ഞു പോയ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ വന്നിരിക്കുന്നത് വോട്ടിൻ്റെ ഒരു അടിത്തറ CPM മൊത്തത്തിൽ കൈവിട്ട് പോയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ 359 സീറ്റ് LDF പിടിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ 63, ജില്ല ഏകദേശം 30-നൊപ്പം നിൽക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 29, കോർപ്പറേഷനിൽ വെറും 1 മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ LDF UDF എനിക്ക് തോന്നുന്നു ഒരു 2% വ്യത്യാസമേ വരുന്നുള്ളൂ എന്നിട്ട് പോലും. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുമായിട്ട് ഒന്നുകൂടി ഒന്ന് അടുത്തിടപഴകി കഴിഞ്ഞാൽ മേ ബി ഒരു 3ാം ഭരണത്തിന്റെ ഒരു ചാൻസ് അവർ കുറച്ചും കൂടി മുന്നിൽ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് കുറച്ചെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആര്യ രാജേന്ദ്രൻ മാറ്റി നിർത്തിയതുപോലെ പിണറായി വിജയനെയും മാറ്റി നിർത്തിക്കൊണ്ട് വല്ല കേരള യാത്രയും ഒരിക്കലുമില്ല. അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്തില്ല. അല്ല, അദ്ദേഹം ഇല്ലാണ്ട് സഭയില്ലല്ലോ. ശരിക്കും പിണറായി അദ്ദേഹമില്ലാതെ ഒരു കേരള യാത്ര അവർ നടത്തില്ല. അദ്ദേഹത്തെ കണ്ടാലേ ചില മുതലാളിമാർ കാശ് കൊടുക്കുകയുള്ളൂ. പക്ഷെ അവിടെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പണി പാർട്ടി കൊടുക്കുകയാണ്. തോറ്റു പോകുമ്പോൾ, അതായത് LDF ഇനി ഭരണത്തിലേക്ക് വരാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യം സാധാരണ പാർട്ടി അണികളിൽ വരുമ്പോൾ അത് ഈ കേരളത്തിൻ്റെ 54 പോലീസിൻ്റെ അകമ്പടിയോടെ നീങ്ങുന്ന, 58കാരൻ്റെ അകമ്പടിയോടെ നീങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വെറുപ്പ് തന്നെയാണ് എന്ന് ഇനി ഇവർ പറയുന്ന കാലം അനധിവിദൂരമല്ല. അല്ല, ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ എന്തായാലും കേരള യാത്ര എന്ന് പറഞ്ഞിട്ട് പുതിയത് വരുമ്പോൾ ഒരു കോമഡി പീസായിട്ട് മാത്രമേ കേരള യാത്ര എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് തോന്നുന്നു. നവകേരള യാത്രയുടെ നമ്മുടെ ഒരു ബസ്സും കാര്യങ്ങളും ഒക്കെ കക്കൂസ് ബസ് എന്ന് നമ്മുടെ മുരളീധരൻ കളിയാക്കുന്നത് പോലെ പിണറായിക്കും മന്ത്രിമാർക്കും വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്, ശൗചാലയം വരെ ഒരുക്കിയ ഒരു ബസ്സും അത് പുരാവസ്തുവിൽ വെച്ചിരിക്കുന്നൊക്കെയാണ് AK ബാലനൊക്കെ. അതെ, മുഖ്യമന്ത്രിക്ക് ഒന്ന് സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത പാവപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റ്, അതായത് ഇങ്ങനെ ഉൾപ്പെടെ കയറാനുള്ള സംവിധാനങ്ങൾ വരെ ഒരുക്കി ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഒരുപാട് കോടികൾ അതിലും കൊണ്ടേ മുടക്കി. ഒരുപാട് ദൂരത്ത് നടത്തിയ ഒരു നവകേരള. എന്തായാലും ഇതുപോലെയുള്ള കുറെ പ്രമാണിമാരെ കാണാനുള്ള യാത്ര തന്നെ ആയിരിക്കും കേരള യാത്ര. വ്യവസായികളെ, ഇലക്ഷൻ ഫണ്ട് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഇവർ ആദ്യം മുന്നോട്ട് വെക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു നയം ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഇപ്പോൾ പറയുന്നത്. കേരളയാത്രയ്ക്ക് മുന്നേ ഈ പറയുന്ന ജനുവരി 12-ാം തീയതിയാണ് ഇവർ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ ആദ്യത്തെ ആഹ്വാനം പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അനുപാതം വെച്ചിട്ട് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന അനുപാതം സാമ്പത്തിക ഇതിൽ വന്നിരിക്കുന്നത് 90.10 എന്നുള്ളതായിരുന്നു നമ്മുടെ തൊഴിലുറപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നേരെ 60.40 എന്നുള്ളതല്ലേ. 60% കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ 40% സംസ്ഥാന സർക്കാർ എടുക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ അടി തന്നെ വന്നിരിക്കുന്നത് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴും. അപ്പോൾ കേന്ദ്ര നിയമം എന്തുകൊണ്ടും സംസ്ഥാനത്തെ ഈ ഒരു വിഷയത്തിൽ എന്തായാലും ബാധിക്കും. പക്ഷേ കേന്ദ്രം ഇതുപോലെ സംസ്ഥാനത്തോട് വേർതിരിവ് കാണിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ആദ്യം കേന്ദ്ര സർക്കാരിനെതിരെ കളിക്കാൻ തന്നെയാണ് ഇവരുടെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊപ്പം കേന്ദ്രത്തിനെതിരെ UDF ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെ നിൽക്കും? UDF എന്ന് പറഞ്ഞാൽ മുക്കിന് കോൺഗ്രസിനിട്ട് എറിയാൻ കിട്ടുന്ന ഓരോ അവസരവും എറിഞ്ഞുകൊണ്ടിരിക്കണ ഈ മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് ഒന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി വിരോധമാണല്ലോ കോൺഗ്രസിന്റെ കൂടെ ഇവർക്ക്. BJP-യെക്കാളും സീതാറാം യെച്ചൂരി എന്ന് കോൺഗ്രസിൻ്റെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കോൺഗ്രസിനോട് നമുക്ക് ഒരു അനുഭാവമൊക്കെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്ന് മരിച്ചോ അതിനുശേഷം ഇവിടെ കേരള ഘടകത്തിന് നാണമുണ്ടോ ഈ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ? UDF നിൽക്കുന്നില്ല എന്ന് കേന്ദ്രത്തിനെതിരെ എന്തിനു പറയണം?
എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അടിയാണ് ഇവർ ആദ്യം മുന്നോട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിലും ഇവരുടെ ഓരോ ഡയലോഗിലും പോകുന്നത് UDF-നെതിരായിട്ടാണ്. കൂടുതലും ഇവർ ഒളിയമ്പുകൾ ചെയ്യുന്നത് മൊത്തം UDF-നെതിരെ കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാലും കേരള യാത്ര ജനുവരി മാസത്തിൽ അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ മറ്റത്തൂരിൽ ഇന്നലെ അട്ടിമറി ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ തൃശ്ശൂർ മറ്റത്തൂരിൽ ഇന്നലെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ BJP-യിലേക്ക് മാറി പഞ്ചായത്ത് ഇലക്ഷൻ ഉടനെ ആദ്യം ചാടി വീണത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ നീക്കത്തിൽ ആദ്യം ചാടി വീണത്, അതായത് കോൺഗ്രസിനെതിരെ ഒരു ചെറിയ ആരോപണം വന്നാൽ അതിനെതിരെ ഏറ്റവും കൂടുതൽ കല്ലെറിയുന്നവർ ഇവിടുത്തെ കേരളത്തിലെ CPM-കാരാണ്. അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള അനീതി സമരത്തിൽ കോൺഗ്രസ് കൂടെ നിന്നില്ലെന്ന് ഇദ്ദേഹം ഇനി പറയരുത്. വരും കാലത്ത് ഐശ്വര്യ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഞാനും ജീവിച്ചിരിക്കുകയാണ്, ഐശ്വര്യം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പ്രതിപക്ഷമായിട്ട് കോൺഗ്രസും CPM-ഉം പ്രതിപക്ഷമായി കേരളത്തിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടാവും. BJP ഇവിടെ ഭരിക്കും. അത് എന്തുകൊണ്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട് കൊണ്ട് തന്നെയായിരിക്കും.